സന്തോഷ് ജി എപ്പോ വന്നാലും പറയുന്നതാ ഇത് ന്യൂസ് ഇടുന്നതിനാ, ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്നതിനാ. സന്തോഷ് ജി എങ്ങനെ പോപ്പുലർ ആയ? അത് ഉത്തരം പറ. അത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. സോഷ്യൽ മീഡിയയില് സന്തോഷ് ജിയുടെ കണ്ടന്റ് സന്തോഷ് ജി വെച്ച് കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ്. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. ചേട്ടാ, ഒരാള് രക്ഷപ്പെടാൻ പോണെന്ന് അറിയുമ്പോ അതുവരെ അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുകാരൊക്കെ സ്ഥിരം പറഞ്ഞ ഡയലോഗ് ഇത്. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്നെ എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു ഹോട്ടൽ എടുത്ത് പറഞ്ഞില്ല. ആന്റണി പഴയ സ്വഭാവം വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ, ആണത്തം പണയം വെച്ചിട്ടില്ല. ചേട്ടത്തരം പറഞ്ഞാൽ നിന്റെ ചങ്കിളി ഞാൻ പുറത്ത് വരും പോട്ടി. രാവിലെ കിട്ടിയില്ലേ? പോ ഇൻസ്റ്റയിൽ പൈസ കിട്ടുന്നില്ലെന്നായാൽ അണ്ണനി പരിപാടി നിർത്തുവോ? പല നിർത്തുവൊന്നുമില്ല. പണം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാ. ഈ ഒരു ഒറ്റ ജോലി കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ ആളാ അദ്ദേഹം. പണി തുടരും എന്ന് വരെ അറിയോ? ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. എന്ന് ഇവര് നിർത്തുന്നു അന്ന് ഇദ്ദേഹം പണി നിർത്തും. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണിയിട്ടും വീട്ടിലിരിക്കും. ആളറിഞ്ഞ് കളിക്കണ ചെറ്റെ. കറക്റ്റ് ഹൗസ് റൂട്ടുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. ബാക്കിയുള്ളവരുടെ പോലത്തെ മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. പറയാൻ പറ്റൂ, സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. പരമാറി നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ ബോറ നിനക്ക് വേണം. ഇവരെ പോലത്തെ മൂന്നാംകിട ചാനലിന് മറ്റുള്ളവർ വേണം. അത് വലിയൊരു പോയിന്റ് അല്ലടോ. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ XY വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. സന്തോഷ് പണ്ടിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. പിന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ കാലഘട്ടത്തെ ചാനൽ ചർച്ച മുതൽ ഇദ്ദേഹത്തിന്റെ സിനിമ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അപരാധം എന്ന് പറഞ്ഞിരുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ മാറി. നിനക്കിത് മതിയായില്ലേ? മുട്ടി നിൽക്കാൻ പറ്റില്ല നിനക്ക്. സ്വന്തം ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോ ഇതേപോലെ ബുള്ളി ചെയ്യുന്ന ഈ കൾച്ചർ ഇന്ന് ഇവിടെ എക്സ്പോസ്ഡ് ആയി. അതുകൊണ്ട് ഇപ്പൊ എന്താ അദ്ദേഹത്തിന്റെ മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞു. സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളിത്തരം അത് കഴിഞ്ഞിട്ടാ പറഞ്ഞത്. അല്ല, അങ്ങനെ വ്യക്തി ഹത്യ ചെയ്ത സായിയെ ന്യായമാണോ ഇത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷം പഠിച്ചോണ്ട ആള് സായിയോട് സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ മൂന്നാംകിട ചാനലല്ലേ ചോദിച്ചേ സഹിച്ചോ? അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 കോടി ഒഴിക്കും. സന്തോഷ് പണ്ഡിറ്റിനോട് തിരിച്ചൊരു വർത്താനാ. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന് കോമാളിത്തരം പ്രശ്നമായി. കോമാളിത്തരം മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? നല്ല കാര്യമാണ് കോമാളിത്തരം. മോശമല്ല. തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല, അറിയോ? നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.